हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 43-ാമത്തെ ശ്ലോകം. ഏവം ബുദ്ധി പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജിഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഇപ്പരം തത്വമൊട്ടോർത്തു തന്നെത്തന്നെയടക്കി നീ ദുഷ്പ്രാപനായൊരു കാമശത്രുവെ കൊല ചെയ്യുക. ഹേ മഹാബാഹോ, പരാക്രമശാലിയായ അർജുന, അങ്ങനെയാണ് വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഏവം ബുദ്ധേഹേ പരം ആത്മാനം ബുദ്ധ്വാ ആത്മാനം സംസ്തഭ്യ കാമരൂപം ദുരാസദം ശത്രും ജഹി. ബുദ്ധിക്കും അതീതമാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാനം ബുദ്ധ്വാ ആത്മാനം സംസ്തഭ്യ, രണ്ടാമത്തെ ആത്മാനം പറയുന്നത് ബുദ്ധി കൊണ്ട് ആത്മാവിനെ നിശ്ചലമാക്കിയിട്ട് കാമരൂപിയും ജയിക്കാൻ പറ്റാത്തത്, അതായത് പിടിച്ചാൽ കിട്ടാൻ പ്രയാസമുള്ളതാണ് ദുരാസദം. അങ്ങനെയുള്ള ശത്രുവിനെ നീ നശിപ്പിക്കുക. അപ്പം അർജുനന് ആവശ്യമുള്ള ഉപദേശങ്ങൾ മുഴുവനും ഈ കർമ്മയോഗത്തിൽ കൊടുക്കുന്നുണ്ട്. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കുള്ളൂ. അജ്ഞാനമാണ് എന്തിനെ ഉണ്ടാക്കുന്നത്? കാമത്തെ ഉണ്ടാക്കുന്നത്. കാമം നമ്മുടെ ശരീരത്തിലും മനസ്സിലുമാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അതിനെ മുഴുവനും എവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കണം? നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ ബുദ്ധിയിൽ നിന്ന് ഉറച്ച് നീയെ ഇവരെയൊക്കെ നിഗ്രഹിച്ച് ആത്മീയ തലത്തിലേക്ക് അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടുക. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ആത്മാവ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. ആത്മാനം സംസ്തഭ്യ, ബുദ്ധി കൊണ്ട് ഇന്ദ്രിയത്തെയും മനസ്സിനെയും പിടിച്ചടക്കുക. അതിനെ എന്നിട്ട് നിഗ്രഹിക്കുക അല്ലെങ്കിൽ നിശ്ചലമാക്കുക, അതായത് അതിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കുക. ഈ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കുള്ളൂ. അപ്പോൾ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ കാമത്തെ ഉണ്ടാക്കുന്ന അതാണ് അജ്ഞാനം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? താഴ്ന്ന തലത്തിൽ നിന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയരാൻ നോക്കുകയാണ്. അപ്പോൾ അർജുന, താഴത്തെ തലത്തുനിന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയർന്ന് ഇനി നീ താഴരുത് കേട്ടോ. ഇനി താഴ്ന്നു പോവാതെ അടുത്ത സ്റ്റെപ്പ് ആരാണ്? ആത്മാവാണ്. അതിലേക്ക് എപ്പോഴും അടുക്കൂ. നമ്മളിപ്പോൾ ഒരു വർത്തമാനകാലത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മളും ചിന്തിക്കണം. നമ്മളെല്ലാം അർജുനന്മാരാണ് കേട്ടോ. അത് ആദ്യം ഓർമ്മിക്കണേ. ഭഗവാൻ അർജുനനോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളോടാണ് പറയുന്നത്, അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടല്ല പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കണം? എന്താണ് എൻ്റെ ലക്ഷ്യം? എനിക്ക് ഏത് കാര്യമാണ് നല്ലത്, ഏത് കാര്യമാണ് ചീത്ത? ഇത് തിരിച്ചറിയണമെങ്കിൽ ഇപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാണ്ട് എങ്ങനെ അറിയാം? നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഏതാപ്പം നല്ലത്, ഏതാ ചീത്തന്ന്? കുറേയൊക്കെ നമുക്ക് അനുഭവങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത് വഴി കൂടെ പോയാൽ ചീത്തയാണ്, ഇന്ന വഴി. മറ്റുള്ളവരുടെ നമ്മളിലുള്ള ഒരു സംസ്കാരം ഉണ്ടല്ലോ, മറ്റുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള വിവരവും എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്നതാണ് നല്ലത്, ഇതാണ് ചീത്ത. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അതിനെന്ത് വേണം? ഏകാഗ്രത വേണം. ആ ഏകാഗ്രതയോടെ നീയെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കണം. നല്ല ഏകാഗ്രതയുണ്ടെങ്കിൽ മെല്ലെ മനസ്സിൻ്റെ തലത്തിനെ ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയർത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവിലിൻ്റെ തൊട്ട് പിന്നിലത്തെ സ്റ്റെപ്പാണ് ബുദ്ധി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു ചേർന്ന് നിൽക്കുകയല്ലേ, ചാരിയാൽ മണക്കുമെന്ന് പറയണ മാതിരി ഈശ്വരനെ അറിയാൻ കുറച്ചൊരു എളുപ്പം കിട്ടും. ഇനി പറ്റുന്നില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? ഈശ്വരനെ പറ്റിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യൂ. എന്താണ്? സത്സംഗങ്ങൾ കേൾക്കുക, പ്രഭാഷണങ്ങൾ.
ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അത് കുറേ കേൾക്കുക, ദൈവികമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ആ സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടേയിരിക്കും, അല്ലേ? ഒരു കാര്യം ചെയ്താൽ നമുക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യം തന്നെ ചെയ്യും. ഒരു കാര്യം ചെയ്താൽ നമുക്ക് വളരെ വിപരീത ഫലമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ കാര്യത്തിന് പിന്നീട് പോവില്ല. ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് അങ്ങനെ ഒരു സന്തോഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക വിഷയങ്ങളോട് രുചി തോന്നും. അതായത് അത് വേണ്ട, അത് ശരിയല്ല എന്ന് തോന്നും. എന്നിട്ട് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങളിലേക്ക് മാറുന്നത് പോലെ രുചിയിലേക്ക് നമുക്ക് മാറുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം അനുഭവിക്കലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ വെറും ജ്ഞാനിയായിട്ട് ആദ്യം തന്നെ ജീവിക്കണം എന്നൊന്നുമല്ല പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈ പഴുത്തൊലിക്കുന്ന വ്രണം പോലെയാണ് അത്ര കാമം. അതിനെ മാറ്റാനുള്ള ഒരു മരുന്നാണ് ഭഗവത്ഗീത. അത് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആദ്യത്തെ അധ്യായം തുടങ്ങുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അർജുനന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാണ്. ശ്രീകൃഷ്ണൻ ആ മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന്. അതേപോലെ ഇതൊരു മരുന്നാണ്. ഒരു കാല് പൊട്ടിയൊലിക്കുമ്പം നമ്മളതിൽ മരുന്ന് വെച്ച് അതിനെ സുഖപ്പെടുത്തുന്നു. അതേപോലെ ഈ ഭഗവത്ഗീത എന്നുള്ള തത്വങ്ങൾ കേട്ടിട്ട് അർജുനനെ സുഖപ്പെടുത്തുകയാണ്. അർജുനനെ ഉന്മേഷം കൂട്ടി കൊടുത്ത് സ്വന്തം കർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരു ഉത്സാഹം കൊടുക്കുകയാണ് ഭഗവാൻ അവിടെ ചെയ്യുന്നത്. ആദ്യം തൊട്ട് ഒന്നും കൂടെ കർമ്മയോഗത്തിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ കർമ്മയോഗം ജ്ഞാനയോഗമാണ് ഏറ്റവും, ആത്മസാക്ഷാത്കാരമാണല്ലോ ലക്ഷ്യം. അപ്പോൾ ഏറ്റവും നല്ലത് ജ്ഞാനയോഗമാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വഴി ജ്ഞാനയോഗമാണെങ്കിലും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെ മാതിരിയുള്ള സാധാരണ അർജുനന്മാർക്ക്, സാധാരണ മനുഷ്യർക്ക്. അതുകൊണ്ട് അർജുന, നീ കർമ്മയോഗം അനുഷ്ഠിച്ചിട്ടും ഈ ജ്ഞാനയോഗത്തിലേക്ക് എത്താൻ നോക്കൂ. കർമ്മയോഗം അനുഷ്ഠിച്ചിട്ടേ നിനക്ക് പറ്റുള്ളൂ. അതിന് അങ്ങനെയുള്ള കർമ്മയോഗം അനുഷ്ഠിച്ചിട്ടുള്ള കുറേ മഹാന്മാരുടെ കഥകൾ, ഉദാഹരണമൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ആദ്യം തന്നെ നീ കർമ്മം ഒന്നും ചെയ്യാതെ ഞാൻ സന്യാസത്തിന് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ സ്വീകരിക്കരുത് സന്യാസം. കാരണം അവിടെ നിൻ്റെ കർമ്മങ്ങൾ ബാക്കി വരും. ആ കർമ്മങ്ങൾ നിനക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. സന്യാസ ജീവിതം തുടങ്ങിയെന്നല്ലാതെ അവിടെ നിനക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. അത് നിൻ്റെ കർമ്മപ്രവൃത്തി ചെയ്യാത്തതിന് അല്ലെങ്കിൽ ആ രംഗത്തെ അപമാനിക്കലാണ്. അതുകൊണ്ട് പ്രകൃതിയിൽ നീ നോക്കൂ, എല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. സൂര്യൻ, ചന്ദ്രൻ, വായു, ഇതെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞു. അവരെല്ലാം അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും ആ കർമ്മങ്ങൾ ചെയ്തിട്ട് തന്നെ ഈ ജ്ഞാനയോഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഇതിന് അടിമകളായിട്ട് പോകരുത്. അതായത് ഈ കർമ്മങ്ങൾക്ക് അടിമകളായിട്ട് പോകരുത്. സ്വന്തം ധർമ്മം എന്താണോ അത് അനുഷ്ഠിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യുന്നു. യജ്ഞരൂപേണ കർമ്മം ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ശപിച്ച് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്പം വീണ്ടും പാപങ്ങൾ കുനിഞ്ഞു കൂടാൻ തുടങ്ങും. അതുകൊണ്ട് യജ്ഞരൂപേണ എല്ലാ കർമ്മങ്ങളും നീ ചെയ്യണം. പ്രകൃതിയിലെ വസ്തുക്കളൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ വിവരിച്ചു കൊടുത്തു. ഇതാണ് കർമ്മയോഗം. അതുകൊണ്ട് നീ കർമ്മ ചെയ്യാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല അർജുന. നിൻ്റെ ജോലി, നിൻ്റെ കർമ്മം അനുഷ്ഠിക്കുകയാണ്. സ്വധർമാനുഷ്ഠാനം തന്നെയാണ് നീ ചെയ്യേണ്ടത്. അതിലൂടെ മാത്രമേ നിനക്ക് ആത്മനിഷ്ഠ കൈവരുള്ളൂ. ഇനി ആത്മനിഷ്ഠ കൈവന്നു വെച്ചാൽ നീ ജ്ഞാനിയായി എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ മിണ്ടാതിരിക്കരുത്. വീണ്ടും കർമ്മം ചെയ്യണം. ഉദാഹരണം ആരെ പറയണ്? സ്വന്തം എന്നെ തന്നെയാണ് പറയണത്. ഭഗവാനെ തന്നെയാണ് പറയുന്നത്. ഞാൻ കണ്ടോ, എനിക്കിനി ഒന്നും നേടാനില്ല, എന്നാലും ശരി ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ലേ. അതുകൊണ്ട് ആത്മനിഷ്ഠ കൈവന്നാൽ പോലും നീ വെറുതെ ഇരിക്കരുത്, നിൻ്റെ കർമ്മങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഉപദേശിച്ച് പിന്നെ എന്താ പറഞ്ഞത്? ബുദ്ധി, അല്ലേ? ഇപ്പം അതായത് നമുക്ക് ഒഴിവാക്കാനാവാത്തതാണ് യുദ്ധം. അതിൽ നീ സ്വന്തം ധർമ്മം അനുഷ്ഠിച്ച് യുദ്ധം ചെയ്യുക തന്നെ വേണം. നീ ആരാണ് എന്ന് നീ ഓർക്കണം. നീ ഒരു ക്ഷത്രിയനാണ്. യുദ്ധം ചെയ്യലാണ് നിൻ്റെ കർമ്മ. ആ യുദ്ധം ചെയ്ത് ആ വാസനയെ നീ അവസാനിപ്പിക്കണം.
അപ്പോൾ 2 കാമവും ക്രോധവും പറഞ്ഞു കൊടുത്തു. ആ കാമവും ക്രോധമാണ് നമ്മുടെ ഇപ്പോൾ ലൗകികമായിട്ടുള്ള മനുഷ്യനെ, അല്ലെങ്കിൽ ലൗകികതയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശത്രുക്കളാണ്. ആ ശത്രുക്കൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ എല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ആ ശത്രുക്കൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തന്നു. അപ്പം നീ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിലാണ് നിൻ്റെ നിലയുറപ്പിക്കേണ്ടത് അതും ഞാൻ പറഞ്ഞു തന്നു. ബുദ്ധിയിൽ ഉറപ്പിച്ച് എല്ലാവരെയും നിഗ്രഹിക്കണം, നിശ്ചലമാക്കണം എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഞാൻ നിനക്ക് ഉപദേശിച്ച് തന്നു കഴിഞ്ഞു. അപ്പം നിനക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തെ പറ്റി നമുക്കൊരു ബോധം വേണം. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ കർമ്മയോഗത്തിലൂടെ ചെയ്ത് നിനക്ക് ആത്മനിർവൃത്തിയിൽ എത്താൻ സാധിക്കും അർജുന. അതുകൊണ്ട് ഉത്സുകനാകും. അപ്പോൾ വളരെ നന്നായിട്ട്, അതായത് ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ, കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ശത്രുസേനയെ നേരിടേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ പാണ്ഡവരെ നേരിടുക എന്നല്ല, നമ്മൾക്ക് ആത്മജ്ഞാനം സാധിക്കേണ്ടത് എന്നുള്ളത് ഒരു മാർഗമാണ് ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠമാണ്. നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ അടുത്ത തലത്തിലേക്ക്, ഗാർഹസ്ഥ്യത്തിൽ നിന്ന് സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ചാടുന്നതിൽ അർത്ഥമില്ല. നമ്മളുടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് തീർത്ത് അത് അവസാനിപ്പിച്ചിട്ട് വേണം അടുത്ത തലത്തിലേക്ക് നമ്മൾ നീങ്ങാൻ. അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ്. എന്താ വെച്ചാൽ ജീവിതങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മുഴുവനും എങ്ങനെ നേരിടുന്നും ഇങ്ങനെ സംശയിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഉഴലുന്ന ഓരോ അർജുനന്മാരാണ് നമ്മൾ. നമുക്ക് ഓടിപ്പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇതിൽ നിന്നൊക്കെ, പക്ഷെ അതിനൊട്ട് ധൈര്യമില്ല. അപ്പോൾ എന്താ ചെയ്യുക? കർമ്മയോഗം പരിശീലിക്കുക മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വിജയം നേടാം, അല്ലയോ അർജുന? അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് യുദ്ധത്തിന് തയ്യാറാവൂ. ഇതാണ് പറഞ്ഞത്. ഓക്കെ. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. 3-ാമത്തെ അധ്യായം കർമ്മയോഗം കഴിഞ്ഞു. ഇനി 4-ാമത്തെ അധ്യായമാണ് ജ്ഞാന കർമ്മ സന്യാസ യോഗം. എല്ലാ ചാപ്റ്റേഴ്സിലും ഏകദേശം 50ഓളം വരുന്നുണ്ട്. ചില ചാപ്റ്ററിൽ, 2-ാമത്തെ ചാപ്റ്ററിലൊക്കെ 75 ശ്ലോകങ്ങളോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നീണ്ട ഒരു തപസ്യ തന്നെയാണ്. 18 അധ്യായങ്ങളും നമുക്ക് തീർക്കണമെങ്കിൽ ഏകദേശം ഒരു 300 ഡേയ്സ്, ഒരു വർഷം തന്നെ വേണ്ടി വരും. ഒരു ദിവസം, ചില ദിവസം 1 വായിക്കാൻ പറ്റുന്നുള്ളൂ, ചില ദിവസം 2-3 വായിക്കാൻ പറ്റുന്നുള്ളൂ. 4-ൽ കൂടുതൽ ഒരിക്കലും വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വളരെ മെല്ലെ നമുക്കിതെല്ലാം മനസ്സിലാക്കണം. പിന്നെ എന്താ വെച്ചാൽ ചില കുട്ടികളില്ല പോലെ, ഒരു കുട്ടികളോട് നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ ചോദിക്കും, ജൂണിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ അപ്പം നമ്മൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഒന്നും, അതൊന്നും ഓർമ്മയില്ലേ മിസ്സേ പറയും. അപ്പം ഞാൻ ചോദിക്കുക, അല്ല നിങ്ങൾ തന്നെയല്ലേ പഠിച്ചേ? അതെ, പക്ഷെ ഓർമ്മയില്ല. ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ന് മിസ്സ് എന്താ പഠിപ്പിച്ചത്, ഏത് മാത്സിൽ നിന്ന് എന്താ ചാപ്റ്റർ എടുത്തേ? അറിയില്ല. എന്തൊക്കെയോ പറഞ്ഞു മിസ്സ്, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സെവിടെയാണ്? അതാണ്, അത്ര പോലും അവർ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സിൽ. ഒരു ടീച്ചർ പുതിയൊരു ലെസൺ എടുക്കുമ്പോൾ ലെസൻ്റെ പേര് എന്തായാലും തീർച്ചയായിട്ടും ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. മാത്രമല്ല ആ ലെസനെ പറ്റിയിട്ടാണല്ലോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലും അറിയുന്നില്ല. അതാണ് സ്ഥിതി നമ്മുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ കോൺസെൻട്രേഷനൊന്നും ഇല്ലാതെ ജോലി ചെയ്യാതെ നല്ല ഏകാഗ്രതയോട് കൂടിയിട്ട് ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലെ തത്വങ്ങളൊക്കെ കഴിയുന്നതും ഉൾക്കൊള്ളാനും ശ്രമിക്കുക. ഓക്കെ. അടുത്ത ദിവസം നമ്മൾ 4-ാമത്തെ അധ്യായം തുടങ്ങും. ശരി. അസ്മിൻ പരാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.